Hey there, welcome back once again. So in today's lecture, we are learning about HTML elements. HTML elements എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. HTML elements എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നുമില്ല, എങ്കിലും ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ് HTML elements, അതും ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ഇൻ്റർവ്യൂസിൽ ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, സോ എന്താണ് ഈ HTML elements എന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ HTML നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ടാഗ്സ് ഉണ്ട്. ഈ ടാഗ്സും അതുപോലെ തന്നെ ടാഗിൻ്റെ കണ്ടൻറ്റും കൂടി ചേർന്നതാണ് HTML elements. ഓക്കെ, അതായത് ടാഗും ടാഗ് കണ്ടൻസും. ഓക്കെ, വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ HTML ഒരു സ്റ്റാർട്ട് ടാഗാണ്. അതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യില്ലേ, ടാഗ് ക്ലോസ് ചെയ്യും, അതിൻ്റെ ഇടയിലുള്ള കണ്ടൻറ്റും, അതായത് ഇൻക്ലൂഡിങ് ടാഗ്, അതിൻ്റെ ഇടയിലുള്ള കണ്ടൻറ്റ്, അതിൻ്റെ ക്ലോസ് ടാഗ്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ടാഗ്, കണ്ടൻറ്റ്, ക്ലോസ് ടാഗ്, സ്റ്റാർട്ട് ടാഗ്, കണ്ടൻറ്റ്, ക്ലോസ് ടാഗ്, അല്ലെങ്കിൽ എൻ ടാഗ്. ഇത് മൂന്നും കൂടി ചേർന്ന് വരുന്നതാണ് HTML എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി ഇൻ്റർവ്യൂസിലെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് HTML എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ പാരഗ്രാഫ് ടാഗ് നോക്കുവാണ്. ഓക്കെ, പാരഗ്രാഫ് ടാഗിൻ്റെ പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരഗ്രാഫ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫിൻ്റെ രണ്ട് ടാഗുകൾ, അതായത് ഓപ്പൺ ചെയ്യുന്ന ടാഗ്, ക്ലോസ് ചെയ്യുന്ന ടാഗ്, അതോടൊപ്പം തന്നെ നമ്മുടെ പാരഗ്രാഫ് എലമെൻ്റ് കൂടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കുവാണെങ്കിൽ, ഇവിടെ ഞാൻ സ്റ്റാർട്ട് ടാഗിലാണെങ്കിൽ, പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ നമ്മളിവിടെ P ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എൻ ടാഗിൻ്റെ അവിടെ നമ്മൾ വീണ്ടും P തന്നെയാണ് ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പാരഗ്രാഫ് കണ്ടൻറ്റ് കൂടി ചേർന്ന് വരുന്നതാണ് പാരഗ്രാഫിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരഗ്രാഫ് ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇത് മാത്രമേ ഉള്ളൂ പാരഗ്രാഫ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ പാരഗ്രാഫ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ പാരഗ്രാഫിൻ്റെ ആ കണ്ടൻറ്റ്, അകത്തുള്ള പാരഗ്രാഫ് എന്താണോ അത്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസ് ടാഗ് എല്ലാം കൂടി ചേർന്നിട്ടാണ് പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെഡിങ്ങിൻ്റെ ആണെങ്കിലോ, ഇവിടെ H1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഹെഡിങ്ങിൻ്റെ ടാഗ് മാത്രമാണ്. ഇപ്പോൾ ഇത് മാത്രം ഹെഡിങ് ടാഗാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ H1 എന്ന് മാത്രം കാണിക്കുമ്പോൾ അത് ഹെഡിങ് ടാഗാണ്. ഇനി അതിൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ്ങും അതിൻ്റെ കണ്ടൻറ്റും അത് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന H ടാഗും കൂടി ചേർന്നതാണ് H1 എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റിനെയൊക്കെ കുറിച്ച് പഠിച്ച് ചെയ്യുമ്പം ഇതിപ്പോൾ സിംഗിൾ ലൈൻ എലമെൻ്റ് അല്ലേ നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സിംഗിൾ ലൈൻ ആയിട്ടുള്ള എലമെൻ്റാണ്. ഇനി ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഉള്ള എലമെൻറ്റ്സ് വരും. ഓക്കെ, കാരണം അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്, ഇപ്പോൾ OL ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഐറ്റത്തിന് വേണ്ടി കുറച്ച് ടാഗുകളുണ്ടായിരിക്കും. അപ്പോൾ ആ OL ടാഗ് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ക്ലോസ് ചെയ്യുന്നത് വരെ അതിൻ്റെ കണ്ടൻറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് മാത്രമല്ല, ബാക്കി ഈവൻ ഇതിൻ്റെ അകത്ത് ടാഗ്സ് ആയിട്ട് കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതും ആ ഒരു എലമെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ OL ടാഗ് കാണിച്ചു തരാം. ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OL ടാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അൺഓർഡേഡ് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ലിസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് OL ടാഗ് എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് LI ടാഗ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. LI ലിസ്റ്റ് ഐറ്റം. ഓക്കെ, ഇപ്പോൾ USA ലിസ്റ്റ് ഐറ്റം, ഇങ്ങനെ മൾട്ടിപ്പിൾ ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. വീണ്ടും LI എന്ന് കൊടുക്കുക, എന്നിട്ട് ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓർഡേഡ് ലിസ്റ്റാണിത്. അപ്പം ഈ 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഇതിനുണ്ടായിരിക്കും. ഓക്കെ, സോ ഓർഡേഡ് ലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഐറ്റം. അപ്പം OL എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഇല്ലെങ്കിൽ ഓർഡേഡ് ലിസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഇവിടെ തുടങ്ങി ഇവിടം വരെ, ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് ഈ എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ലൈനായിട്ടുള്ള എലമെൻ്റാണ്. ഇനി ഈ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങും, ഇവിടെ എൻഡ് ചെയ്യും. ഓക്കെ, ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെൻ്റാണ്. ഓക്കെ, അതുപോലെ ഈ ലിസ്റ്റ് ഐറ്റം, ഇന്ത്യയുടെ ലിസ്റ്റ് ഐറ്റം എവിടെയാണ് തുടങ്ങുന്നത്? ഇവിടെ തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യും. ഓക്കെ, ബട്ട് OL ലിസ്റ്റ് ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഇത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അതായത് മൂന്നാമത്തെ ലൈനിലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് HTML എലമെൻറ്റ്. ഓക്കെ, സോ HTML എലമെൻറ്റും അതുപോലെ തന്നെ HTML ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് സാധാരണ HTML ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ അടക്കം പറഞ്ഞു തരണം. HTML ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഗ് ഈസ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ഡിഫൈൻസ് HTML എലമെൻറ്റ്. ഓക്കെ, അപ്പം HTML എലമെൻറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ടാഗ്സ് ഉപയോഗിക്കുന്നത്. ടാഗ് ഒരിക്കലും എലമെൻ്റ് ആകത്തില്ല. ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, ഇപ്പം LI മാത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ടാഗാണ്, OL മാത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് ടാഗാണ്. പക്ഷേ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും അത് ക്ലോസ് ചെയ്യുന്നതും എല്ലാം കൂടി ചേർന്നിട്ടാണ് എലമെൻറ്റ് വരുന്നത്. ഓക്കെ,
അതിൻ്റെ ഒരു എക്സാമ്പിൾ അടക്കം നിങ്ങൾ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈനായിട്ട് വരും. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈനായിട്ട് വരും. ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ LI മാത്രം. ഓക്കെ, ഇപ്പം ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LI ടാഗാണ് ലിസ്റ്റ് ഐറ്റത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും മാത്രമേ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരത്തുള്ളൂ. ക്ലോസ് നമ്മൾ എലമെൻറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യണം. ഇതാണ് HTML ടാഗ്, HTML എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഇതായതുകൊണ്ട് ഒട്ടുമിക്ക ഇൻ്റർവ്യൂസിലും ചോദിക്കാറുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ BR എലമെൻ്റ് എന്ന് പറയാറില്ല, BR ടാഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒന്നും പഠിപ്പിച്ചില്ലായിരുന്നു. ഇത് BR ടാഗ്. ഓക്കെ, ഇത് BR ടാഗാണ്. ഇതിനകത്ത് എലമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാനില്ല. ഓക്കെ, കാരണം ഈ ഒരൊറ്റ ടാഗ് മാത്രമേ ഉള്ളൂ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് HR-ഉം. ഓക്കെ, സോ ഇതെല്ലാം ടാഗുകളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻ്റർ ലൈനും കൂടെ കൂടി ചേർന്നിട്ട് വരുന്നതാണ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോസ് ആദ്യം പഠിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് HTML കോഡിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ഈ UTF-8, അതുപോലെ തന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നെയിം, വ്യൂ പോർട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അതായത് ടാഗിൻ്റെ അകത്ത് എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻ, ആ ടാഗിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക ഏത് ടാഗിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ HR ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് കാണുന്ന HR ടാഗ് അല്ലെങ്കിൽ BR ടാഗ്. ഓക്കെ, നമുക്കിപ്പോൾ HR ടാഗ് നോക്കാം. HR ടാഗൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ആ റൂൾസിന്, ഹോറിസോണ്ടൽ റൂളിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെ സ്റ്റൈലും കാര്യങ്ങളും കൊടുക്കാൻ നേരത്ത് ഈ ഹോറിസോണ്ടൽ റൂളിന് നമുക്കൊരു സ്റ്റൈൽസ് കൊടുക്കണമെങ്കിൽ ഈ HR-ന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ CSS പ്രോപ്പർട്ടീസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഈ HR ടാഗിന് മാത്രമായിട്ട് അത് ഇൻലൈൻ CSS, അതായത് ലൈനിൽ തന്നെ CSS കോഡുകൾ എഴുതുന്നതിനാണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. നമുക്ക് എക്സ്റ്റേണലായിട്ടും CSS എഴുതാം, അതിൽ അല്ലെങ്കിൽ HTML ഫയലിൻ്റെ അകത്ത് തന്നെ CSS കോഡ്സും എഴുതാൻ സാധിക്കും. ഓക്കെ, CSS കോഡിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കിതുപോലെ HR-ന് പോയിട്ട് STYLE എന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് CSS സ്റ്റൈൽസ് വേണമെങ്കിലും എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് കളറോ അങ്ങനെ എന്ത് CSS സ്റ്റൈൽസും ഇല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്തോ ഹൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യുന്ന CSS പ്രോപ്പർട്ടീസ് നമുക്കിവിടെ എഴുതാൻ സാധിക്കും. CSS-നെ കുറിച്ച് പഠിക്കുമ്പം ഇത്തരത്തിലുള്ള CSS സ്റ്റൈൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ടാഗ്സ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടാഗ്സിൻ്റെ അകത്ത് എക്സ്ട്രാ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക ഇപ്പോൾ നമ്മൾ ആങ്കർ ടാഗ് ഒക്കെ നോക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞൊരു ടാഗ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സും കൂടെ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HTML നോക്കിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് പറഞ്ഞ് EN എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്നുള്ളൊരു ആട്രിബ്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആങ്കർ ടാഗിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആങ്കർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് എന്നാണ് അതിന് പറയുന്നത്. ഈ ആങ്കർ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ നമ്മളൊരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി അതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആങ്കർ ടാഗ്സ് ആണ്. ആങ്കർ ടാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ആങ്കർ ടാഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ആങ്കർ ടാഗ് നമ്മളിതുപോലെ ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ട ഒരു ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ആങ്കർ ടാഗിൻ്റെ അകത്ത് നമ്മുടെ ഓക്കെ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, masterg.site എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിലും ആങ്കർ ടാഗിൻ്റെ അകത്ത് കൊടുക്കാം. അങ്ങനെ മോർ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അകത്ത് HREF എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കും. HREFൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ്. ഓക്കെ, HREF എന്ന് വെച്ച് കഴിഞ്ഞാൽ HREF എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ്. നമുക്ക് ഈ HREF ഇവിടെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആങ്കർ ടാഗിൻ്റെ അകത്ത് നമ്മൾ HREF ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ടാഗ്സിൻ്റെ അകത്ത് നമ്മൾ HREF ഉപയോഗിക്കാറുണ്ട്. ഈ എന്ന് പറഞ്ഞ ടാഗിൻ്റെ പേരാണ് ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. ഇതിന് HREF എന്ന് കൊടുത്തിട്ട് നമ്മളിപ്പം എന്തെങ്കിലും ഒരു വെബ് അഡ്രസ്സോ അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ഫയലിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഓപ്പൺ ആയിരിക്കും. അപ്പം
ഓക്കെ, ഇതുപോലെ നമുക്ക് google.com എന്ന് കൊടുക്കാവുന്നതാണ്. പക്ഷേ വെബ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുന്ന വെബ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ www.google.com എന്ന് പറഞ്ഞാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ ഇതൊരു HTTP അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു HTTPS പ്രോട്ടോക്കോൾ ആഡ് ചെയ്യുന്നുണ്ട്. HTTPS എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോട്ടോക്കോളാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ HTTPSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു പ്രോട്ടോക്കോൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഒരു സെർവറിൽ നിന്ന്, ഒരു പേജല്ല സെർവറിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് സെർവർ ടു ക്ലയൻറ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഗൂഗിളിലേക്ക് കണക്ട് ചെയ്യുമ്പം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ഗൂഗിളിലേക്ക് പോകണം, അതുപോലെ തന്നെ അതിൽ നിന്നൊരു റെസ്പോണ്ട് തിരിച്ചും വരണം. ഓക്കെ, സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ HTTPS പ്രോട്ടോക്കോളാണ്. നമ്മൾ ഏത് ബ്രൗസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നോർമലായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് HTTP അല്ലെങ്കിൽ HTTPS എന്ന് പറഞ്ഞ് ഈ രണ്ട് പ്രോട്ടോക്കോളിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യേണ്ടതായിരിക്കും. ഐദർ ഇതുപോലെ HTTP എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ HTTPS എന്നിവരുടെ കൊടുക്കും. ഇത് സെക്യൂർ ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. HTTPS എന്ന് വെച്ച് കഴിഞ്ഞാൽ SSL സർട്ടിഫിക്കറ്റും കൂടെ ഉള്ള ഒരു പ്രോട്ടോക്കോളാണ് HTTPS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതുപോലെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ HTTPS എന്ന് പറയും. ഇൻ കേസ് അത് ഇല്ലെങ്കിൽ HTTP എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇത് ഈ ഒരു പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകതകളാണ്. SSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കറ്റാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ ഇത്ര സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ അത്തരം സാഹചര്യം നമുക്ക് SSL സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് എന്ന് പറഞ്ഞൊരു ഇതും കൂടെ വരും. ഇല്ലാത്തതിന് HTTP എന്ന് മാത്രമേ വരത്തുള്ളൂ. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ഇൻ്റർവ്യൂസ് ചോദിക്കാറുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ HREFൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ്. HTTPSൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എസും കൂടെ വന്നു കഴിഞ്ഞാൽ സെക്യൂർ എന്നാണ് ലാസ്റ്റ് വരുന്നത്. HTTP എന്ന് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, സോ ഈ രണ്ട് T എന്ന് പറഞ്ഞത് ഒന്ന് ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ T ആണ്, അടുത്തത് അതിൻ്റെ സെക്യൂർ എന്ന് കാണിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു T ആണ്. ഓക്കെ, സോറി, ഇവിടെ HTTPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തതിന് HTTP എന്ന് മാത്രമുള്ളെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, സോ നമുക്ക് ആങ്കർ ടാഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആങ്കർ ടാഗ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാനായിട്ടാണ് ആങ്കർ ടാഗ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ആങ്കർ ടാഗിന് ഏത് ടാഗാണ് ഉപയോഗിക്കേണ്ടത്? A ടാഗാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ആട്രിബ്യൂട്ട് എന്താണ്? HREFൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടോക്കോൾ കൊടുക്കുക HTTPS, നമ്മൾ ഒരു കോളൻ ഇടുക, 2 സ്ലാഷ് സിമ്പിൾ ഇടുക, അതിന് ശേഷം www. നമ്മൾ ഏത് സൈറ്റാണോ www എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഏത് സൈറ്റാണോ അതിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് google.com എന്നാണ് കൊടുക്കുന്നത്. ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൂടെ കൊടുക്കണം. കണ്ടൻറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ ടാഗിൽ സാധാരണ പാരഗ്രാഫ് ടാഗ് അതല്ലെങ്കിൽ ഹെഡിങ് ടാഗുകൾ എഴുതുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടൻറ്റ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അണ്ടർലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഓക്കെ, ഞാൻ സൂം ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത്. സാധാരണ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സൂം ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ ഡിഫാൾട്ട് പ്രോപ്പർട്ടീസ് അങ്ങനെയാണ്, സൂം ആവത്തില്ല. അപ്പം ഞാനിവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ സാധാരണ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക്സ് ആണ്. ഇതിന് ഹൈപ്പർ ലിങ്ക്സിൻ്റെ ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ അണ്ടർലൈനും കൊടുത്തിട്ട് ബ്ലൂ ലെറ്റർ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഗൂഗിളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഗൂഗിളിലേക്ക് പോയി ഈ ഒരു ബ്രൗസർ ഈ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമ്പോൾ ഗൂഗിളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ ഗോ ലൈവ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ നോക്കുവാണെങ്കിൽ ഗൂഗിളിലേക്ക് പോയതായിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇത് കാണിച്ചു തരും. ഈ എക്സ്റ്റൻഷൻ ഏതാണ്? ഫൈൽ സെർവർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെർവർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ എക്സ്റ്റൻഷൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ HTMLൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്യുന്ന എല്ലാം ഇതിൻ്റെ ആട്രിബ്യൂട്ട്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടാഗിൻ്റെ അകത്ത് ഇവിടെ അല്ലാതെ അതിൻ്റെ അകത്ത് തന്നെ റൈറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുക. ഓക്കെ, ആട്രിബ്യൂട്ട്സും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ ബ്രൗസർ സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സാധിക്കും ഗൂഗിൾ എന്ന് പറഞ്ഞ് അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അണ്ടർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്ക് പോകാനായിട്ടാണ്. പക്ഷേ ഇത് ഓഫ്ലൈൻ ആയതുകൊണ്ട് ഗൂഗിളിലേക്ക് പോകത്തില്ല. ഇതുണ്ടോ അടുത്ത പേജിലേക്ക് വരുന്ന പോലെ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ലോഡായിരിക്കുന്നത് ഇതിൻ്റെ സെയിം പേജിൽ തന്നെയാണ്. നമുക്കിനി വേറെ പേജിലേക്ക് ലോഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഞാനിവിടെ ഈ HREFൻ്റെ ഒപ്പം ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നോക്കിയത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റായിട്ട് ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാർഗറ്റ് ബ്ലാങ്ക്, സെൽഫ്, അതുപോലെ തന്നെ പേരൻറ്റ്, ടോപ്പ് എന്ന് പറഞ്ഞ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ബട്ട് ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വിൻഡോസിൽ അല്ലെങ്കിൽ പുതിയ ടാബിൽ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ടാബിലാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആ പേജ് അവിടെ തന്നെയുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് കൊടുക്കാത്തത് കൊണ്ട് എന്തുണ്ടാവും, ആ ഒരു പേജിൽ തന്നെ ലോഡായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് HTML പേജിൽ ഇവിടെ തന്നെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ക്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് കോഡ് ഇവിടെ പെർട്ടിക്കുലർ സോഴ്സ് കോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു എൻ്റയർ പേജിൻ്റെ സോഴ്സ് കോഡ് ആകെപ്പടി ഈ ഒരു ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി ഇവിടെ നമുക്ക് ടാർഗറ്റ് ബ്ലാങ്കിന് വരാൻ സെൽഫ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ കുറച്ച് വലുതാക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എഴുതുമ്പോൾ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സെൽഫ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെയിം വിൻഡോ, അതായത് അതേ വിൻഡോയിൽ തന്നെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മൾ ആദ്യം അണ്ടർസ്കോർ ഇടുക, അതിന് ശേഷം SELF സെൽഫ് എന്ന് പറഞ്ഞു കൊടുക്കുക, ജസ്റ്റ് ഒരു എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്താൽ എനിക്ക് എവിടെയായിരിക്കും വരുന്നത്, അതേ പേജിൽ തന്നെയാണ് ലോഡായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഈ ഒരു പേജിൽ പോയിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും എറർ കറക്ഷനൊക്കെ വരുമ്പോൾ സാഹചര്യത്തിലാണ് നമ്മളിത് ഉപയോഗിക്കാറ്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്താലും ഒറിജിനൽ ഫയലിനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല, ഇതേ പേജിൽ തന്നെ നിൽക്കും. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇനി ഇവിടെ ഞാൻ ബ്ലാങ്ക് എന്ന് മാറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് പേരൻ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഇതിൻ്റെ പേരൻറ്റ് ഫ്രെയിമിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ടോപ്പ്, അത് നിങ്ങൾ തന്നെ ഒന്ന് കൊടുത്ത് നോക്കുക. പേരൻറ്റ്, ടോപ്പ് 2 പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. പേരൻറ്റ്, ടോപ്പ് ഈ 2 പ്രോപ്പർട്ടീസ് നിങ്ങൾ തന്നെ ആട്രിബ്യൂട്ടിൻ്റെ സ്ഥാനത്ത് ടാർഗറ്റിൻ്റെ അവിടെ പേരൻറ്റും ടോപ്പ് സ്വന്തമായിട്ടൊന്ന് കൊടുത്ത് നോക്കുക. ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫുൾ ബോഡി വിൻഡോസ് അല്ലെങ്കിൽ പുതിയൊരു ഫുൾ ബോഡി വിൻഡോസിലായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അതോടൊപ്പം തന്നെ പേരൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെയിം പേരൻ്റ് തന്നെ, അതായത് സെയിം വിൻഡോ തന്നെ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. പേരൻറ്റ്, ടോപ്പ് ഇത് രണ്ടും നിങ്ങളൊന്ന് കൊടുത്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താ വരുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് മെയിൽ എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിക്കുക. ഓക്കെ, മെയിൽ എഴുതുന്ന സാഹചര്യത്തിൽ നമുക്ക് മെയിൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, മെയിൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഏതെങ്കിലും മെയിൽ എഴുതുന്ന രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഓക്കെ, HREFൻ്റെ സ്ഥാനത്ത് ഈ മെയിൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ഗൂഗിൾ മെയിൽസോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ മെയിൽ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം ഇവിടെ google.com അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, google.com മെയിൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുക. ആദ്യം മെയിൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുക, കോളൻ ഇടുക, someone@google.com. നമ്മൾ ആർക്കാണോ എഴുതേണ്ട ആ മെയിൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ മെയിലിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും ഇത് വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ HREFൻ്റെ സ്ഥാനത്ത് മെയിൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെ വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ജസ്റ്റ് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വെബ് ബ്രൗസറിൽ എടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മെയിൽ ടു എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലേക്ക് കൊടുക്കുന്ന മെയിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വിൻഡോസിൽ ആക്ച്വലി മെയിൽ ആപ്ലിക്കേഷൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നറിയില്ല. ഓക്കെ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ പോകും. ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. വിൻഡോസിലാണെങ്കിൽ ഇതുണ്ടോ, മൈക്രോസോഫ്റ്റ് ഓഫീസ് വെച്ചിട്ടുണ്ട്, ഔട്ട്ലുക്കിൻ്റെ ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്യാൻസൽ കൊടുക്കാൻ പോവാണ്. ഞാൻ ഇതിനകത്ത് മെയിലൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല. വീണ്ടും ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്.
ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ വിൻഡോ തന്നെയാണ് എനിക്ക് വീണ്ടും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ വിൻഡോസ് ഉണ്ട്, അതുകൊണ്ടാണ് വേറൊരു വിൻഡോസിലാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചെന്നുള്ളൂ. എനിവേ മെയിൽ ടു എന്ന് പറഞ്ഞതും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത സെക്ഷനിൽ നമ്മൾ കുറേ കൂടെ ഫീച്ചേഴ്സ് പഠിക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കുറച്ച് എക്സസൈസ് ഞാൻ തരാം, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്.